Hello all, welcome to Concepts. ഇന്ന് നമ്മൾ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെ കുറച്ച് MCQs ആണ് നോക്കാൻ പോകുന്നത്. സോ എഞ്ചിനീയറിംഗ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം 28-ാം തീയതിയാണ്, ഡിസംബർ 28-നാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഹോൾ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കിട്ടാത്തവർ സൈറ്റ് കയറി നോക്കുക, ഡൗൺലോഡ് ചെയ്യുക. പിന്നെ കുറച്ച് MCQs മീൻസ് നമ്മൾ മൊബൈൽ കമ്മ്യൂണിക്കേഷൻ്റെയും അതുപോലെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ്റെയും ഒക്കെ കുറച്ചധികം MCQസിന് വേണ്ടി ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് മൊബൈൽ കമ്മ്യൂണിക്കേഷനിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും പറയുന്ന പോലെ തന്നെ. ഓക്കെ, എന്തെങ്കിലും തെറ്റ് പ്രശ്നങ്ങൾ അതായത് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്സ് വരുവാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Which of the following is not a characteristic of cellular telephone system? Option A, accommodate a large number of users. Option B, large geographic area. Option C, limited frequency spectrum. Option D, large frequency spectrum. അപ്പോൾ നമുക്കറിയാം സെല്ലുലാർ ടെലിഫോൺ സിസ്റ്റത്തിൽ ഒരു ജോഗ്രഫിക്കൽ ഏരിയയിന് പല സെൽസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അല്ലേ. ഈ സെൽസ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിഫോം രീതിയിൽ ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് ഫോർമാറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സെൽ ക്ലസ്റ്റേഴ്സ് എന്ത് ഷേപ്പിലാണുള്ളത്? ഇറ്റ് ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് ഹെക്സഗൺ അല്ലേ. ഹെക്സഗൺ എന്ന് പറയുന്ന ഷേപ്പിലാണ് ഈ ഒരു ക്ലസ്റ്റർ നമ്മൾ തിയററ്റിക്കലി പറയുന്നത്. പ്രാക്ടിക്കലി അത് പോസിബിൾ അല്ല എങ്കിലും ഏകദേശം ഒരു ഹെക്സഗൺ ഷേപ്പിൽ വിത്തൗട്ട് ഓവർലാപ്പിംഗ്, ഓരോ സെല്ലും ഓവർലാപ്പ് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു സെൽ ഡിവിഷൻ പോസിബിൾ ആക്കുന്നത്. അപ്പോൾ ഇതിൽ ക്യാരക്ടറിസ്റ്റിക് സെല്ലുലാർ ടെലിഫോൺ സിസ്റ്റത്തിന് ഏതാണ് ഇതിൽ പറഞ്ഞേക്കുന്നതിൽ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തതാണ്? ഫസ്റ്റ് വൺ, അക്കോമഡേറ്റ് ലാർജ് നമ്പർ ഓഫ് യൂസേഴ്സ്. സെല്ലുലാർ ടെലിഫോൺ സിസ്റ്റം എന്തായാലും കുറേ നമ്പർ ഓഫ് യൂസേഴ്സ് അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഫ്രീക്വൻസി റീയൂസിലൂടെയും അല്ലാതെ തന്നെ ഫ്രീക്വൻസി ഡിവിഷനിലൂടെയും ഒക്കെ മൾട്ടിപ്ലെക്സിങ്ങിലൂടെയും ഒക്കെ നമ്മൾ കുറേ നമ്പർ ഓഫ് യൂസേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതല്ല. നെക്സ്റ്റ് ഇസ് ഈ ഓക്കുപ്പൈസ് എ ലാർജ് ഏരിയാസ് ആണ്. ഓക്കെ, ലാർജ് ജോഗ്രഫിക് ഏരിയയിലും അത് ഓക്കുപ്പൈ ചെയ്യുന്നുണ്ട്. പിന്നെ പറഞ്ഞേക്കുന്നത് ലിമിറ്റഡ് ഫ്രീക്വൻസി സ്പെക്ട്രം അല്ലേ. ലിമിറ്റഡ് ഫ്രീക്വൻസി സ്പെക്ട്രം ആണോ? അതൊരു ക്യാരക്ടറിസ്റ്റിക് അല്ല. നമുക്ക് ലാർജ് ഫ്രീക്വൻസി സ്പെക്ട്രം ഉണ്ട്, അതിന് നമ്മൾ സ്പെക്ട്രം പിന്നെയും നമ്മൾ റീയൂസും ചെയ്യും. സോ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഇറ്റ് ഈസ് ഓപ്ഷൻ സി, ലിമിറ്റഡ് ഫ്രീക്വൻസി സ്പെക്ട്രം ആണ്. ഓക്കെ, റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് MSC in cellular telephone system? Option A, connection of mobile to base station. Option B, connection of mobile to PSTN. PSTN എന്ന് പറഞ്ഞാൽ എന്താണ്? പബ്ലിക് സ്വിച്ച് ടെലിഫോൺ നെറ്റ്വർക്ക്സ് ആണ്. ഓപ്ഷൻ സി, കണക്ഷൻ ഓഫ് ബേസ് സ്റ്റേഷൻ ടു PSTN. ആൻഡ് ഓപ്ഷൻ ഡി, കണക്ഷൻ ഓഫ് ബേസ് സ്റ്റേഷൻ ടു MSC. അപ്പോൾ MSCയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊബൈലിനെ പബ്ലിക് സ്വിച്ച് ടെലിഫോൺ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യുക എന്നുള്ളതാണ് MSCയുടെ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരിക ഓപ്ഷൻ ബി ആണ്. ഓക്കെ, റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ക്വസ്റ്റ്യൻ നമ്പർ 3. Who has the responsibility of the billing and system maintenance function in cellular system? ബില്ലിങ്ങും സിസ്റ്റം മെയിൻ്റനൻസ് ഫംഗ്ഷൻ ആർക്കാണ് റെസ്പോൺസിബിലിറ്റി? ഓപ്ഷൻ എ, ബേസ് സ്റ്റേഷൻ. ഓപ്ഷൻ ബി, PSTN. ഓപ്ഷൻ സി, MSC. ആൻഡ് ഓപ്ഷൻ ഡി, മൊബൈൽ സിസ്റ്റം. അപ്പോൾ ബില്ലിംഗ് ഒക്കെ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി ഉള്ളത് ഓപ്ഷൻ സി ആണ്, MSC ആണ് റൈറ്റ് ഓപ്ഷൻ ആയിട്ട് വരിക. സോ റൈറ്റ് ഓപ്ഷൻ ഇസ് MSC. നെക്സ്റ്റ്, വാട്ട് ഈസ് ദി ഫംഗ്ഷൻ ഓഫ് ഫോർവേഡ് വോയിസ് ചാനൽ അല്ലെങ്കിൽ FVC? FVC എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർവേഡ് വോയിസ് ചാനലിന്റെ ഫംഗ്ഷൻ എന്താണെന്ന്. ഫോർവേഡ് വോയിസ് ചാനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബേസ് സ്റ്റേഷനിൽ നിന്ന് മൊബൈലിലേക്ക് കണക്ഷൻസ് വരുന്ന വോയിസ് ട്രാൻസ്മിഷൻ ചെയ്യുക എന്നുള്ളതാണ് ഫോർവേഡ് വോയിസ് ചാനലിന്റെ പ്രത്യേകത. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ചാനൽസ് ആണ് ഉള്ളത്. ഒന്ന് ഫോർവേഡ് വോയിസ് ചാനലും പിന്നെ ഒന്ന് റിവേഴ്സ് വോയിസ് ചാനലും. റിവേഴ്സ് വോയിസ് ചാനൽ എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രം മൊബൈൽ ടു ബേസ് സ്റ്റേഷൻ കണക്ഷൻസ് പോകുന്ന അല്ലെങ്കിൽ വോയിസ് ട്രാൻസ്മിഷൻ ഫ്രം മൊബൈൽ ടു ബേസ് സ്റ്റേഷൻ റിവേഴ്സ് വോയിസ് ചാനൽ, അതായത് RVC എന്ന് പറയും. ഓക്കെ, RVC. ആൻഡ് തിരിച്ച് ഫ്രം ട്രാൻസ്മിഷൻ ഫ്രം ബേസ് സ്റ്റേഷൻ ടു മൊബൈൽ ആണെങ്കിൽ നമുക്ക് FVC എന്ന് പറയാം. ദാറ്റ് ഈസ് വോയിസ് ട്രാൻസ്മിഷൻ ഫ്രം ബേസ് സ്റ്റേഷൻ ടു മൊബൈൽ, FVC, ഫോർവേഡ് വോയിസ് ചാനൽ. Next question, what
which two channels are responsible for initiating mobile calls? Mobile call initiate ചെയ്യാൻ ഏതൊക്കെ ചാനൽസ് ആണ് ഉള്ളത്? അപ്പോൾ FVCയും RVCക്കും പുറമെ FCCയും RCC എന്ന് പറഞ്ഞ രണ്ട് ചാനൽസും കൂടെ ഉണ്ട്. അത് ഡിനോട്ട് ചെയ്യുന്നത് ഫോർവേഡ് കൺട്രോൾ ചാനലും അതുപോലെ റിവേഴ്സ് കൺട്രോൾ ചാനലും, കൺട്രോൾ സിഗ്നൽസ് സെൻഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ചാനൽസ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ ഉണ്ട്. അപ്പോൾ ഏതൊക്കെ രണ്ട് ചാനൽസ് ആണ് മൊബൈൽ കോൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് FVC ആൻഡ് FCC, അതായത് ഫോർവേഡ് വോയിസ് ചാനലും ഫോർവേഡ് കൺട്രോൾ ചാനൽ, പിന്നെ ഫോർവേഡ് വോയിസ് ചാനൽ ആൻഡ് റിവേഴ്സ് വോയിസ് ചാനൽ, ഫോർവേഡ് കൺട്രോൾ ചാനൽ ആൻഡ് റിവേഴ്സ് കൺട്രോൾ ചാനൽ, ഫോർവേഡ് കൺട്രോൾ ചാനൽ ആൻഡ് റിവേഴ്സ് വോയിസ് ചാനൽ. അപ്പോൾ ഇതിൽ ഏതാണ് ഓപ്ഷൻ വരിക? റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് മൊബൈൽ കോൾ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് എയ്തർ ഫോർവേഡ് കൺട്രോൾ ചാനൽ അല്ലെങ്കിൽ റിവേഴ്സ് കൺട്രോൾ ചാനൽ. ഓപ്ഷൻ സി ആണ് അതിന്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. So next question is question number 6. Of the total channel present in the cellular system, what is the percentage of voice and control channel? അപ്പോൾ percentage voice channel ആയിരിക്കും എന്തായാലും കൂടുതൽ വരിക, കൺട്രോൾ ചാനൽ വളരെ കുറച്ചായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഡെഡ്യൂസ് ചെയ്തെടുക്കാം. 95% voice channel, 5% control channels, അല്ലെങ്കിൽ 5% voice channel, 95% control channel. അതെന്തായാലും വരില്ല അല്ലേ? അപ്പം നമുക്കത് റൂൾ ഔട്ട് ചെയ്യാം. 95% കൺട്രോൾ ചാനലിൽ യൂസ് ചെയ്തിട്ട് ബാക്കി കുറച്ച് 5% അവൈലബിൾ സ്പെക്ട്രം മാത്രം വോയിസ് ചാനലിന് വേണ്ടി യൂസ് ചെയ്യത്തില്ല. പിന്നെ വരുന്നത് 50% വോയിസ് ചാനൽ, 50% കൺട്രോൾ ചാനൽ, അതും വരില്ല. 25% വോയിസ് ചാനൽ, 75% കൺട്രോൾ ചാനൽ. അവിടെയും കൺട്രോൾ ചാനലാണ് കൂടുതൽ വരിക. അപ്പോൾ നമ്മുടെ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. 95% വോയിസ് ചാനൽ ആൻഡ് 5% കൺട്രോൾ ചാനലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് MIN? MINന്റെ ഫുൾ ഫോം എന്താണ്? MIN എന്ന് പറയുമ്പോൾ മൊബൈൽ ഇന്റർനെറ്റ് ആണോ, ട്രാഫിക് റിക്വസ്റ്റ് നമ്പർ ആണോ, പേജിംഗ് മെസ്സേജ് ആണോ, അതോ സബ്സ്ക്രൈബേഴ്സ് ടെലിഫോൺ നമ്പർ ആണോ? MINന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ മൊബൈൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്നാണ്. എഴുതി വെക്കുക. മൊബൈൽ ഐഡന്റിഫിക്കേഷൻ അക്ഷരം നിങ്ങൾ കണ്ടിട്ട് ഞെട്ടരുത്. ഓക്കെ, മൊബൈൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ ആണ് MINന്റെ ഫുൾ ഫോം. അത് എന്തിനാ യൂസ് ചെയ്യുന്നത്? സബ്സ്ക്രൈബേഴ്സ് ടെലിഫോൺ നമ്പർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 10 ഡിജിറ്റ് നമ്പർ ആണ് MIN എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൊബൈൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, next question is, what is transmitted along with the call initiation request during the origin of call by a mobile? First one is MIN, second one ESN, option C ESN and SCM, option D MIN, ESN and SCM. അപ്പോൾ നിങ്ങൾ എഴുതി വെക്കുക ഓരോന്നിന്റെ ഫുൾ ഫോം എന്താണ്. MIN എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു മൊബൈൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ. ESN എന്ന് പറയുമ്പോൾ ഇലക്ട്രോണിക് സീരിയൽ നമ്പർ. എന്താണ്? ഇലക്ട്രോണിക് സീരിയൽ നമ്പർ ആണ് ESN എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് സീരിയൽ നമ്പർ എഴുതി വെക്കുക, ഇലക്ട്രോണിക് സീരിയൽ നമ്പർ. SCM എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റേഷൻ ക്ലാസ് മാർക്ക്. സ്റ്റേഷൻ ക്ലാസ് മാർക്ക്. ഇത് ഓരോന്നും നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പരിചയപ്പെടും. സോ SCM എന്ന് പറയുന്നത് സ്റ്റേഷൻ ക്ലാസ് മാർക്കാണ്. അപ്പോൾ എല്ലാമായി ഇതിൽ ഏതാണ് നമ്മുടെ കോൾ ഇനിഷ്യേഷൻ റിക്വസ്റ്റിന്റെ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന മെസ്സേജസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ അത് ഓപ്ഷൻ ഡി ആണ്. നമ്മൾ മൊബൈൽ ഐഡന്റിഫിക്കേഷൻ നമ്പറും ESN ഇലക്ട്രോണിക് സീരിയൽ നമ്പറും സ്റ്റേഷൻ ക്ലാസ് മാർക്ക്, ഇത് മൂന്നും നമ്മൾ കോൾ ഇനിഷ്യേഷൻ റിക്വസ്റ്റിന്റെ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യും. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഈ ക്വസ്റ്റ്യൻ നമ്പർ 9, വാട്ട് ഡസ് SCM ഇൻഡിക്കേറ്റ്? SCM എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? SCM എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റേഷൻ ക്ലാസ് മാർക്ക് അല്ലേ? SCM എന്ന് പറഞ്ഞാൽ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ maximum receiver power level for a particular user, option B maximum transmitter power level for a particular user, option C minimum receiver power level for a particular user, option D minimum transmitter power level for a particular user. So SCM എന്ന് പറഞ്ഞ സ്റ്റേഷൻ ക്ലാസ് മാർക്ക് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നതിന് മാക്സിമം ട്രാൻസ്മിറ്റർ പവർ ലെവൽ ഓഫ് എ പെർട്ടിക്കുലർ യൂസർ ആണ്. ഓപ്ഷൻ ബി ആണ്. ഒന്നും മാറിപ്പോകരുത്. ട്രാൻസ്മിറ്റർ പവർ ലെവലിനെയാണ്, മാക്സിമം ട്രാൻസ്മിറ്റർ പവർ ലെവലിനെയാണ് സ്റ്റേഷൻ ക്ലാസ് മാർക്കായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 10.
What is the shape of the cell present in a cellular system? എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ക്വസ്റ്റ്യൻ, പക്ഷെ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. PSC പല പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുമാണ്. അപ്പോൾ സെല്ലിന്റെ ഷേപ്പ് എന്താണെന്നാണ്. സെല്ലിന്റെ ഷേപ്പ് എല്ലാവർക്കും അറിയാം, ഹെക്സഗണൽ ആണ്. എന്തുകൊണ്ടാണ് ഹെക്സഗണൽ ഷേപ്പ് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് മാക്സിമം ഏരിയ ഉൾക്കൊള്ളിക്കാൻ പറ്റിയ ഏറ്റവും ഫീസിബിൾ ആയിട്ടുള്ള ഒരു ഷേപ്പാണ് ഹെക്സഗണൽ ഷേപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഒരു ഏറ്റവും മാക്സിമം ഏരിയ ഇൻക്ലൂഡ് ചെയ്യുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇത് ഹെക്സഗൺ ആയോ, 1 2 3 4 5 6 ആയി, ഈക്വൽ സൈസ് അല്ല, ക്ഷമിക്കുക. ഇക്വിലാറ്ററൽ ഹെക്സഗണൽ തന്നെ വേണം എന്നൊന്നും ഇല്ല കേട്ടോ. ഹെക്സഗണൽ ഷേപ്പിലായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം, സോ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത സെൽസ് തമ്മിൽ ഓവർലാപ്പും ചെയ്യാൻ പാടില്ല, അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ സെൽസിന്റെ ഇടയിൽ ഗ്യാപ്സും ഉണ്ടാകാൻ പാടില്ല. ശരിക്കും സർക്കുലർ ഷേപ്പ് ആണ് ഏറ്റവും കൂടുതൽ ഏരിയ ഉൾക്കൊള്ളിക്കാൻ പറ്റിയ ഷേപ്പ്. പക്ഷെ നമ്മൾ സർക്കുലർ ഷേപ്പ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും ഫുൾ ജോഗ്രഫിക്കൽ ഏരിയ കവർ ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ നമുക്ക് ഇന്റർലാപ്പ് വരും കവർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ കവർ ചെയ്യാൻ പറ്റില്ല, ഈ കുറച്ച് ഏരിയാസ് കവർ ചെയ്യാതെ പോകും. അതുകൊണ്ട് തന്നെ നമുക്ക് സർക്കുലർ ഷേപ്പ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ റൈറ്റ് ഓപ്ഷൻ സി ആണ്, ഹെക്സഗണൽ ഷേപ്പ് ആണ്. നെക്സ്റ്റ്, why the size of the cell is kept small in cellular network? നമ്മുടെ സെല്ലിന്റെ സൈസ് സ്മോൾ ആയിട്ട് എന്തുകൊണ്ടാണ് കീപ്പ് ചെയ്യുന്നത്? ബിക്കോസ് ടു ഇൻക്രീസ് കപ്പാസിറ്റി, ടു ഡിക്രീസ് കപ്പാസിറ്റി, increase size of base station electronics and slow process of handoffs. എന്തുകൊണ്ടാണ് നമ്മൾ സെല്ലിന്റെ സൈസ് വളരെ കുറച്ച് വെച്ചിരിക്കുന്നത്? ടു ഇൻക്രീസ് ദി കപ്പാസിറ്റി ഓഫ് സെൽ, സെല്ലിന്റെ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ എഫിഷ്യൻസി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സെല്ലിന്റെ സൈസ് വളരെ കുഞ്ഞായിട്ട് വെച്ചേക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ഇസ് ഹാൻഡ് ഓഫ്? ഹാൻഡ് ഓഫ് എന്താണ്? It is a forward channel, it is a switching technique, it is a roamer, it is a guard channel. എന്താണ് ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ? ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മെത്തേഡ് ഓഫ് സ്വിച്ചിങ് ആണ്. നമുക്ക് ഹാൻഡ് ഓഫ് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ കാണാം കേട്ടോ. അപ്പോൾ ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു സെല്ലിൽ നിന്ന് അടുത്ത സെല്ലിലേക്ക് ഒരു യൂസർ മൂവ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റണം നമ്മുടെ ബേസ് സ്റ്റേഷൻസ് തമ്മിൽ. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഹാൻഡ് ഓഫ്. ഹാൻഡ് ഓഫ് ചെയ്യാൻ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹാൻഡ് ഓഫ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് പറയാം. സോ which one is not an advantage of using frequency reuse? ഫ്രീക്വൻസി റീയൂസ് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഇൻക്രീസ്ഡ് കപ്പാസിറ്റി. ഓപ്ഷൻ ബി, ലിമിറ്റഡ് സ്പെക്ട്രം is required. Option C, same spectrum may be allocated to other network. Option D, number of base station is reduced. അപ്പോൾ എന്തായിരിക്കും ഫ്രീക്വൻസി റീയൂസ് കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് പ്രയോജനമുള്ളത്? കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അതെന്തായാലും നമുക്കറിയാം. നമുക്ക് കപ്പാസിറ്റി ചെറിയ സെൽസ് യൂസ് ചെയ്യാം, അപ്പോൾ കപ്പാസിറ്റി കൂടുന്നു. ലിമിറ്റഡ് സ്പെക്ട്രം ഈസ് റിക്വയർഡ്. നമുക്ക് ലിമിറ്റഡ് സ്പെക്ട്രം ഉണ്ടെങ്കിലും ഫ്രീക്വൻസി റീയൂസ് ചെയ്തുകൊണ്ട്, സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റേഞ്ച് ഓഫ് ഫ്രീക്വൻസിനെയാണ് നമ്മൾ സ്പെക്ട്രം എന്ന് പറയുന്നത്. F1 to ഒരു F10 വരെയുള്ള ഫ്രീക്വൻസീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രീക്വൻസിനെ വീണ്ടും റീയൂസ് ചെയ്തിട്ട് പല പ്രാവശ്യം റീയൂസ് ചെയ്ത് ആ സെയിം സ്പെക്ട്രം തന്നെ യൂസ് ചെയ്യാം അല്ലേ. അപ്പോൾ ലിമിറ്റഡ് സ്പെക്ട്രം മതി ഫ്രീക്വൻസി റീയൂസിന്. ഇനി ഓപ്ഷൻ സി എന്താ പറയുന്നത്? സെയിം സ്പെക്ട്രം മേ ബി അലോക്കേറ്റഡ് ടു അതർ നെറ്റ്വർക്ക്. അടുത്ത നെറ്റ്വർക്കിൽ നമുക്ക് പല ക്ലസ്റ്റേഴ്സിൽ പല എന്താണ് സെയിം സ്പെക്ട്രം വീണ്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും പോസിബിൾ ആണ്. ഇനി ഓപ്ഷൻ ഡി എന്താണ് പറയുന്നത്? നമ്പർ ഓഫ് ബേസ് സ്റ്റേഷൻ ഈസ് റെഡ്യൂസ്ഡ്. അത് ശരിയാണോ? ഫ്രീക്വൻസി റീയൂസ് കൊണ്ട് നമ്പർ ഓഫ് ബേസ് സ്റ്റേഷൻ റെഡ്യൂസ് ആവുന്നുണ്ടോ? ഇല്ല. ബേസ് സ്റ്റേഷൻസ് സെല്ലിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു സെല്ലിന്റെ ജോഗ്രഫിക്കൽ ഏരിയസിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ബേസ് സ്റ്റേഷൻ എത്ര എണ്ണം വേണം എന്നൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒരു സെല്ലിന് മിനിമം ഒരു ബേസ് സ്റ്റേഷൻ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പൊ അത് ഫ്രീക്വൻസി റീയൂസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. സോ ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ റൈറ്റ് ഓപ്ഷൻ ആയിട്ട് വരിക. ഓക്കെ. So next question is, interference between the neighboring base stations is avoided by? Option A, assigning different group of channel. Option B, using transmitters with different power level. Option C, using different antennas. And option D, using different base stations. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്റർഫറൻസ് ഉണ്ടാവുന്നത്? മീൻസ് നെയ്ബറിംഗ് ബേസ് സ്റ്റേഷൻസ് തമ്മിലുള്ള ഇന്റർഫറൻസ് എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ എങ്ങനെ അവോയ്ഡ് ചെയ്യാം? നമുക്കറിയാം, അടുത്തടുത്തുള്ള സെൽസിന് നമ്മൾ എന്ത് ചെയ്യും? ഡിഫറെന്റ് ഫ്രീക്വൻസീസ് അസൈൻ ചെയ്യും, അല്ലെങ്കിൽ ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ചാനൽസ്, അടുത്തടുത്തുള്ള ബേസ് സ്റ്റേഷനുകൾക്ക് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് ചാനൽസ് അസൈൻ ചെയ്യും. വീണ്ടും നമ്മൾ ഫ്രീക്വൻസി റീയൂസ് ചെയ്യും, പക്ഷെ അതൊരു മിനിമം ഡിസ്റ്റൻസ് മാറ്റിയിട്ടാണ് നമ്മൾ അതേ ഫ്രീക്വൻസി റീയൂസ് ചെയ്യുന്നത്.
ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇന്റർഫറൻസ് ബിറ്റ്വീൻ നെയ്ബറിംഗ് ബേസ് സ്റ്റേഷൻസ് അവോയ്ഡ് ചെയ്യുന്നത്. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. Next question is cellular concept replaces many low power transmitters to a single high power transmitter. True ആണോ false ആണ്? ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. സെല്ലുലാർ കൺസെപ്റ്റ് റീപ്ലേസസ് മെനി ലോ പവർ ട്രാൻസ്മിറ്റേഴ്സ് ടു എ സിംഗിൾ ഹൈ പവർ ട്രാൻസ്മിറ്റർ. ആണോ? സെല്ലുലാർ കൺസെപ്റ്റ് കുറെ ലോ പവർ ട്രാൻസ്മിറ്ററിനെ മാറ്റിയിട്ട് ഒരു സിംഗിൾ ഹൈ പവർ ട്രാൻസ്മിറ്റർ കൊണ്ട് വയ്ക്കുന്നതാണോ സെല്ലുലാർ കൺസെപ്റ്റ് എന്ന് പറയുന്നത്? അല്ല അല്ലെ. സെല്ലുലാർ കൺസെപ്റ്റിൽ ഓരോ സെല്ലിലും ഒന്നിൽ കൂടുതൽ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാവും, ആന്റിനാസ് ഉണ്ടാവാം. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ജോഗ്രഫിക്കൽ ഏരിയയും അവിടുത്തെ റിക്വയർമെന്റിനേക്കും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും വരിക. സോ ഓപ്ഷൻ ബി ആണ്, ഫോൾസ് ആണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് എ സെൽ ഇൻ എ സെല്ലുലാർ സിസ്റ്റം? ഒരു സെല്ല് എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സെൽസ്. അല്ലല്ലോ, ഒരു സെൽ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ അല്ല. എ ഗ്രൂപ്പ് ഓഫ് സബ്സ്ക്രൈബേഴ്സ്, എ സ്മോൾ ജോഗ്രഫിക്കൽ ഏരിയ ആൻഡ് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് മൊബൈൽ സിസ്റ്റം. എന്താണ് സെൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് ഇസ് എ സ്മോൾ ജോഗ്രഫിക്കൽ ഏരിയ ആണ് അല്ലെ സെൽ എന്ന് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഒരു വലിയ ലാർജ് ജോഗ്രഫിക്കൽ ഏരിയനെ കുറെ സ്മോൾ ഏരിയാസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ സെൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. Next is question number 19. What is frequency reuse? A, process of selecting and allocating channels. Option B, process of selection of mobile users. Option C, process of selecting frequency of mobile equipment. Option D, process of selection of number of cells. എന്താണ് frequency reuse എന്ന് പറയുന്നത്? റൈറ്റ് ഓപ്ഷൻ എ ആണ്. പ്രോസസ് ഓഫ് സെലക്ടിങ് ആൻഡ് അലോക്കേറ്റിംഗ് ചാനൽസ് ആണ്. ബാക്കി ഒന്നും അല്ലല്ലോ, അത് നിങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ ഒരു ചാനൽ സെലക്ട് ചെയ്യുകയും ആ ചാനൽ അലോക്കേറ്റ് ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെ പറയുന്നത്, വീണ്ടും യൂസ് ചെയ്യുകയും ചെയ്യുന്നത് അല്ലേ. ആ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസിനെ വീണ്ടും വീണ്ടും നമ്മൾ പല ചാനൽസിലും ഡിസ്റ്റൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫ്രീക്വൻസി റീയൂസ് എന്ന്. ഓക്കെ, question is actual radio coverage of a cell is called. Option A, fingerprint. Option B, footprint. Option C, imprint. And option D, matrix. എന്താണ് actual radio coverage? actual radio coverage ന്റെ ടെക്നിക്കൽ ടേം ആണ് ഓപ്ഷൻ ബി ആണ് footprint എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. Next question is which type of antenna is used for center excited cells? Center excited cells എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പേര് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഒരു സെല്ലിന്റെ നടുക്കായിരിക്കും ആ ആന്റിന വരുന്നത്. രണ്ട് ടൈപ്പ് ഓഫ് എക്സൈറ്റ്മെന്റ് ആണ് ഉള്ളത്. ഒന്നുകിൽ സെന്റർ ആയിരിക്കും, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ഒരു കോർണറിൽ എക്സൈറ്റ് ചെയ്യാം. കാണാൻ പറ്റുന്നുണ്ടോ? നമുക്ക് ഇല്ലല്ലേ. ഓക്കെ, കോർണറിൽ ആന്റിന വെച്ചിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് മൾട്ടിപ്പിൾ ആന്റിനാസ് വേണ്ടി വരും. സെന്റർ എക്സൈറ്റഡ് ആകുമ്പോൾ നമുക്ക് സിംഗിൾ ആന്റിന മതി. അപ്പോൾ വിച്ച് ടൈപ്പ് ഓഫ് ആന്റിന ഈസ് യൂസ്ഡ് ഫോർ സെന്റർ എക്സൈറ്റഡ് സെൽ? ഒന്ന് ഡൈപോൾ ആന്റിന, ഓപ്ഷൻ ബി is grid antenna, ഓപ്ഷൻ സി sectored antenna, ഓപ്ഷൻ ഡി is omnidirectional antenna. അപ്പോൾ നമുക്ക് ഒരു ആന്റിന മാത്രം ആയതുകൊണ്ട് തന്നെ എല്ലാ ഡയറക്ഷനിലും ഒരുപോലെ റേഡിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആന്റിന വേണം. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡി omnidirectional antenna ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഇനി നമ്മുടെ ആന്റിന സെന്റർ എക്സൈറ്റഡ് അല്ല, എഡ്ജ് എക്സൈറ്റഡ് ആണെന്നുണ്ടെങ്കിലോ നമുക്കൊരു സെക്ടർ മാത്രം മതി അല്ലെ, ഇങ്ങോട്ട് ഒരു ഏരിയ മാത്രം കവർ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും, ഒരു പെർട്ടിക്കുലർ സെക്ടറിനെയാണ് നമ്മളത് കവർ ചെയ്യുക. ബാക്കിയുള്ളതിനെ ബാക്കി രണ്ട് ആന്റിനാസും കൂടെ ഡിവൈഡ് ചെയ്ത് കവർ ചെയ്യും. അപ്പോൾ അത് സെക്ടേർഡ് ആന്റിന നമുക്ക് യൂസ് ചെയ്താൽ മതി. പക്ഷെ ഇവിടെ സെന്റർ എക്സൈറ്റഡ് ആയതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് വേണ്ടത്? ഓംനി ഡയറക്ഷണൽ ആന്റിന ആണ്. വിച്ച് ടൈപ്പ് ഓഫ് ആന്റിന ഈസ് യൂസ്ഡ് ഫോർ എഡ്ജ് എക്സൈറ്റഡ് സെൽ? അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏത് ടൈപ്പ് ഓഫ് ആന്റിനയാണ് എഡ്ജ് എക്സൈറ്റഡ് സെൽസിന് വേണ്ടത്? സെക്ടേർഡ് ഡയറക്ഷണൽ ആന്റിനയാണ് വേണ്ടത് അല്ലെ. കാരണം എന്താ, നമുക്ക് ഒരു സെല്ലിന്റെ ഉള്ളിൽ നിന്നാൽ മതിയല്ലോ, അപ്പുറത്തെ സെല്ലിലേക്ക് നമുക്ക് അതിന്റെ റേഡിയേഷൻ പോകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ ഒരു ഭാഗത്തേക്ക് ഈ റേഡിയേഷൻ പോകേണ്ട ഒരു ആവശ്യവും ഇല്ല അല്ലെ. നമുക്ക് റേഡിയേഷൻ പോകേണ്ടത് ഈ സെല്ലിന്റെ ഉള്ളിലാണ്. ഇപ്പൊ സെല്ലിന്റെ ഉള്ളിൽ എന്ന് പറയുമ്പോഴത്തേക്ക് സെക്ടേർഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഹെക്സഗൺ ആയതുകൊണ്ട് തന്നെ ഒരു പെർട്ടിക്കുലർ ഏരിയ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആംഗിളിൽ മാത്രം ഈ ഒരു റേഡിയേഷൻ പാറ്റേൺ ഇതിന്റെ ഉള്ളിലേക്ക് പോയാൽ മതി. ഓക്കെ, അപ്പോൾ സെക്ടേർഡ് ഡയറക്ഷണൽ ആന്റിനയാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്.
Next question is, for a cellular system, if there are n cells ഉണ്ട് and each cell is allocated k channel, ഓരോ സെല്ലിലും k channel ഉണ്ട്, what is the total number of available radio channel s? അപ്പോൾ ഒരു സെല്ലുലാർ സിസ്റ്റത്തിൽ എത്ര ചാനൽസ് ഉണ്ട്, എത്ര സെൽസ് ഉണ്ട്? n സെൽസ് ഉണ്ട്. ഒരു സെല്ലിന്റെ ഉള്ളിൽ നമുക്ക് k ചാനൽ ഉണ്ട്. മനസ്സിലായോ? ഒരു സെല്ലുലാർ സിസ്റ്റത്തിൽ n ചാനൽ ഉണ്ട്. ഒരു സെല്ലിന്റെ ഉള്ളിൽ അങ്ങനെയുള്ള n സെല്ലുണ്ട്. ആ n സെല്ലിന്റെ ഉള്ളിൽ k ചാനൽ ഉണ്ട്. ഓക്കെ, വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് അവൈലബിൾ റേഡിയോ ചാനൽ? അപ്പൊ അവൈലബിൾ റേഡിയോ ചാനൽ എന്തായിരിക്കും? n ഇൻറ്റു k ആയിരിക്കും അല്ലേ? k ആണ് നമ്പർ ഓഫ് ചാനൽ ഇൻ എ സിംഗിൾ സെൽ. അങ്ങനെയുള്ള n സെൽസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ചാനൽസ് എത്രയായിരിക്കും? nk ആയിരിക്കും. ഇതിനെ നമ്മൾ s എന്നാ ഡിനോട്ട് ചെയ്യുക. s is equal to nk. കണ്ടോ, s ടോട്ടൽ നമ്പർ ഓഫ് അവൈലബിൾ റേഡിയോ ചാനൽ s എന്താണെന്ന് പറയുന്നത്. s is equal nk ആണ് ഓപ്ഷൻ വരുന്നത്. a ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഞാനിവിടെ എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്, കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. So if there is a cellular system with total S duplex channel എന്ന് വെച്ചാൽ എന്താ അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, അതൊക്കെ ബേസിക്സ് ആണ്. സോ S duplex channel ഉണ്ട്. Each cell is allocated a group of k channel, ഓരോ സെല്ലും k ചാനൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് S duplex ചാനലിന്റെ കേസാണ് കേട്ടോ. And there are n cells in a system, ഒരു സെല്ലിൽ n സിസ്റ്റം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ S channels are divided among n cells. ഈ S ചാനൽസ് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്? n സെൽസ് into unique and disjoint channel groups ആയിട്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? Therefore total number of radio channel is the product of the total number of cells, അതായത് n in the system, that is n, and total number of channel allocated in each cell, that is k. മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല. ഒരു സെല്ലിന്റെ അകത്ത് k ചാനലുണ്ട്. അപ്പൊ n സെൽസ് ഉണ്ടെങ്കിൽ n k ചാനൽസ് ആയിരിക്കും. ഈ n സെൽസിനുള്ള സിസ്റ്റത്തിന് പറയുന്ന പേരാണ് s എന്ന്, അവൈലബിൾ റേഡിയോ ചാനൽ ഇൻ എ സിസ്റ്റം, സെല്ലുലാർ സിസ്റ്റം s എന്ന് പറയുന്നത്. So അടുത്ത question, what is the frequency reuse factor for n number of cells in a system? Option A n, option B n square, option C 2n and option D 1 by n. എന്താണ് ഫ്രീക്വൻസി റീയൂസ് ഫാക്ടർ എന്ന് പറയുന്നത്? ഫോർ n നമ്പർ ഓഫ് സെൽസ്, നമുക്കറിയാം ഒരു സെല്ലിൽ ഒരു ഫ്രീക്വൻസി ആണ് കൊടുക്കുന്നതെങ്കിൽ 1 by n ആയിരിക്കും ടോട്ടൽ ഫ്രീക്വൻസി റീയൂസ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, that is the frequency reuse factor is defined as 1 over the number of cells in the cluster of the system. ഒരു ക്ലസ്റ്ററിൽ എത്ര സെൽസ് ഉണ്ടോ അതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും ഫ്രീക്വൻസി റീയൂസ് ഫാക്ടർ എന്ന് പറയുന്നത്. 1 over the number of cells in the cluster of the system. It is given by 1 by n since each cell within a cluster is only assigned 1 by n of the total available channel in the system. Okay, 1 by n ആണ് ഓർത്ത് വെച്ചേക്കുക. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. So അടുത്ത question, capacity of a cellular system is directly proportional to number of cells, option B number of times of cluster is replicated, option C number of base stations, option D number of users. Capacity of a cellular system is directly proportional to the number of times a cluster is replicated ആണ്. എത്ര പ്രാവശ്യം നമുക്ക് ക്ലസ്റ്റർ റെപ്ലിക്കേറ്റ് ചെയ്യാം എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ സെല്ലുലാർ സിസ്റ്റത്തിന്റെ കപ്പാസിറ്റി എന്നിരിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 30, ശരിക്കും 30 അല്ല കേട്ടോ, 27 ആണെന്ന് തോന്നുന്നു. ഇടയ്ക്ക് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ടുള്ളതൊക്കെ വിട്ടിട്ടുണ്ട്. So a spectrum of 30 megahertz is allocated to a cellular system which uses 25 kilohertz simplex channels to provide a full duplex voice channel. What is the number of channels available per cell for 4 cell reuse factor? അപ്പോൾ നമ്മുടെ എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റിന്റെ എക്സാമിന് അങ്ങനെ പ്രോബ്ലംസ് വരുമോ മിസ് എന്ന് കുറെ പേര് ചോദിക്കാറുണ്ട്. പ്രോബ്ലംസ് അങ്ങനെ ഒരുപാടൊന്നും ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. എന്നാലും ചെറിയ ചെറിയ പ്രോബ്ലംസ് വന്നുകൂടായിക്കൊന്നുമില്ല. ചെറിയ ഇതുപോലെ കൺസെപ്റ്റ് വൈസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ സ്പെക്ട്രം ഓഫ് 30 മെഗാഹെർട്സ്, നമ്മുടെ കയ്യിലുള്ള സ്പെക്ട്രം എത്രയാണ്? 30 മെഗാഹെർട്സിന്റെ സ്പെക്ട്രം നമുക്കുണ്ട് അല്ലെ? മൊത്തം 30 മെഗാഹെർട്സിന്റെ ഫ്രീക്വൻസി റേഞ്ച് ആണ് നമ്മുടെ കയ്യിലുള്ളത്.
and is allocated to a cellular system which uses 25 simplex channels. അതായത് 1 rooted channel ആയിട്ടുള്ള simplex channel 25 കിലോഹെർട്സ് ആണ് യൂസ് ചെയ്യുന്നത് ഒരു ചാനൽ to provide full duplex voice channel. എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്? ഡ്യൂപ്ലെക്സ് ചാനൽ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഡ്യൂപ്ലെക്സ് ചാനലിൽ എത്ര കിലോഹെർട്സ് അല്ലെങ്കിൽ എത്ര ഫ്രീക്വൻസി ഉണ്ടാവും? 50 കിലോഹെർട്സ് ആയിരിക്കും അല്ലേ? 25 അങ്ങോട്ടും 25 ഇങ്ങോട്ടും. അപ്പോൾ 50 കിലോഹെർട്സ് ആണ് ഡ്യൂപ്ലെക്സ് ചാനൽ ഉണ്ടാവുന്നത്. അപ്പോൾ വിച്ച് യൂസസ് 225 kilohertz എന്ന് പറയുന്നുണ്ട് ഒരു ഡ്യൂപ്ലെക്സ് ചാനൽ അല്ലേ? What is the number of channels available per cell for 4 cell reuse factor? അപ്പോൾ എത്ര സെല്ലാണ് ഉള്ളത് ഒരു ക്ലസ്റ്ററിൽ? 4 സെല്ലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് മൊത്തം ഫ്രീക്വൻസി ഒരു ഡ്യൂപ്ലെക്സ് ചാനലിൽ 50 കിലോഹെർട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ 4 സെൽസ് ഉണ്ട്. അപ്പോൾ എത്ര ഒരു ക്ലസ്റ്ററിൽ എത്ര സെൽ യൂസ് ചെയ്യുന്നുണ്ട്? സോറി, എത്ര ഫ്രീക്വൻസി യൂസ് ചെയ്യുന്നുണ്ട്? 4 into 50. 4 into 50 എന്ന് പറയുമ്പോൾ എത്രയാ വരിക? 200 കിലോഹെർട്സ് ഒരു ക്ലസ്റ്ററിൽ വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മൊത്തം സ്പെക്ട്രം എന്ന് പറയുന്നതാണ് ഈ 30 മെഗാഹെർട്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആവശ്യം എന്താണ്? നമ്പർ ഓഫ് ചാനൽസ് അവൈലബിൾ പെർ സെല്ലാണ്. അപ്പൊ ഒരു സെല്ലിൽ എത്ര ചാനൽ അവൈലബിൾ ആക്കാം എന്നറിയുന്നതെങ്കിൽ ടോട്ടൽ ഫ്രീക്വൻസി 30 മെഗാഹെർട്സിന് 30 മെഗാഹെർട്സ് എന്ന് പറയുമ്പോൾ 30,000 കിലോഹെർട്സ് ആണ് അല്ലേ? 30,000 കിലോഹെർട്സിന് നമ്മൾ 200 കിലോഹെർട്സ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, മനസ്സിലായോ? 200 കിലോഹെർട്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 and it is 150 അല്ലേ? 150 ആണ് വരിക. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. സോ അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കോളൂ. So the total bandwidth 30 kilohertz, 30 megahertz ആണ്. And the channel bandwidth is 50 kilohertz. ഒരു ഡ്യൂപ്ലെക്സ് ചാനലാണ്. സിംപ്ലെക്സ് ചാനലിന്റെ ആണ് 25 kilohertz എന്ന് പറയുന്നത്. അപ്പോൾ ചാനലിന്റെ ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് 50 kilohertz ആണ്. അപ്പോൾ ടോട്ടൽ അവൈലബിൾ ചാനൽസ് എത്രയായിരിക്കും? 600 ചാനൽ ആയിരിക്കും. എങ്ങനെ? 30,000 ഡിവൈഡഡ് ബൈ 50. അതായത് 30,000 ആണ് മൊത്തം സ്പെക്ട്രം. അങ്ങനെയാണെങ്കിൽ ഡ്യൂപ്ലെക്സ് ചാനൽ 50 കിലോഹെർട്സ് ആണെങ്കിൽ 30,000 ഡിവൈഡ് ബൈ 50 ആയിരിക്കും നമ്മുടെ ടോട്ടൽ അവൈലബിൾ ചാനൽ. 600 ചാനൽ മൊത്തം അവൈലബിൾ ആണ്. പക്ഷെ 4 സെൽ റീയൂസ് ഫാക്ടർ വരുമ്പോൾ നമുക്ക് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലേ? റീയൂസ് ഫാക്ടർ നമ്മൾ ഫ്രീക്വൻസി റീയൂസ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 150 ചാനൽസ് കിട്ടും. അപ്പോൾ ഞാൻ ചെയ്തതിന് ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വന്നതേ ഉള്ളൂ. എല്ലാം കണക്ക് തന്നെയാണ്. സോ 150 ചാനലാണ് എൻ്റെ right answer. Next question. The choice of channel assignment strategy does not impact the performance of a system. True ആണോ false ആണോ? Channel assignment strategy performance of the system ത്തിനെ ബാധിക്കില്ലേ? ബാധിക്കും, ഉറപ്പായിട്ടും ബാധിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് false ആണ്. ഓപ്ഷൻ ബി ആണ്. കാരണം എന്താ? ചോയ്സ് ഓഫ് ചാനൽ അസൈൻമെന്റ് സ്ട്രാറ്റജി it will impact the performance of the system അല്ലേ? Wisely നമ്മൾ channel assignment ചെയ്യണം for maximum efficiency and capacity. So the objective of channel assignment strategy is to utilize the spectrum efficiently, and for efficient utilization a frequency reuse scheme consistent with the objective of increasing capacity and minimizing interference is required. Capacity increase ചെയ്യണം, അതുപോലെ തന്നെ interference കുറയണം, efficient ആയിട്ട് spectrum utilize ചെയ്യണം. So the choice of channel assignment strategy impact the performance of the system. അതുകൊണ്ട് തന്നെ അത് ഇമ്പാക്ട് ഉണ്ടാക്കും പെർഫോമൻസിൽ. particularly as how the calls are managed when a mobile user is handed off from one cell to another. അതുപോലെ ഹാൻഡ് ഓഫ് ചെയ്യുമ്പോഴും അത് ബാധിക്കും. കാരണം ഒരു സെല്ലിൽ നിന്ന് വേറൊരു സെല്ലിലേക്ക് ഒരു മൊബൈൽ യൂസർ മൂവ് ചെയ്യുമ്പോൾ ഈ വൈസായിട്ട് നമ്മൾ ഈ ചാനൽ അസൈൻമെന്റ് സ്ട്രാറ്റജി ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സ്മൂത്ത് ഹാൻഡ് ഓഫ് പോസിബിൾ ആവില്ല. സോ അപ്പോൾ ഇന്ന് നമ്മൾ ഏകദേശം ഒരു 28 ക്വസ്റ്റ്യൻ 30ഓളം ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇനി കുറച്ച് ഇതുപോലത്തെ കുറച്ചൊരു ബൾക്ക് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ദിസ് ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് മൈ ചാനൽ. ഓക്കെ, താങ്ക് യു ഓൾ.